പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരാത്മകഥയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കലാമണ്ഡലം സരസ്വതിയുടെ ആത്മകഥയാണ്. ആത്മകഥയുടെ പേര് സാരസ്വതം എന്നാണ്. മാതൃഭൂമി ബുക്സാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 2023 ഇതിൻ്റെ ആദ്യ പതിപ്പ് ഇറങ്ങിയിട്ടുള്ളത്. മാതൃഭൂമിയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ആത്മകഥയാണ് സാരസ്വതം. അപ്പോൾ നമ്മൾ MT വാസുദേവൻ നായരുടെ ഭാര്യ എന്ന നിലയിൽ മാത്രമല്ല, കലാമണ്ഡലം സരസ്വതി എന്ന ആൾ അവർ ഇടപെട്ട മേഖലകളിലെല്ലാം വളരെ അതുല്യ പ്രതിഭാശാലിയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു പുസ്തകമാണിത്. അവർ കൈവച്ച മേഖലകളിലെല്ലാം, നൃത്തത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് ഈ കലാകാരി ഇവിടെ നിലയുറപ്പിച്ചത്. അപ്പോൾ അവർ കടന്നു വന്ന വഴികളും അതിൻ്റെ തീക്ഷ്ണമായ അനുഭവങ്ങളും ഒക്കെ ഈ പുസ്തകത്തിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പം മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം എല്ലാം അവർ അഭ്യസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അത് എത്രയോ തലമുറകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മഹത്തായ ഒരു ലക്ഷ്യം കലയിലൂടെ സാധിച്ചെടുത്ത ഒരു കലാകാരിയെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സാരസ്വതം എന്ന ആത്മകഥ വളരെ ശ്രദ്ധേയമായ ഒരു കൃതിയായിട്ട് എനിക്ക് തോന്നി. ഞാൻ വായിച്ചിട്ടുള്ള സ്ത്രീ ആത്മകഥകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് അതിനെ നമുക്ക് കാണാൻ കഴിയുന്നത്, അവിടെ ഒരു സ്ത്രീക്ക് അവരുടേതായ കർമ്മ മേഖലയിൽ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. മറ്റൊരാളുടെ തണലോ നിഴലോ ആകാതെ തന്നെ എല്ലാം ചെയ്യുന്ന, നമ്മുടെ വഴിയിലൂടെ മുന്നേറുന്ന ഒരു കഥാപാത്രത്തെ നമ്മളിവിടെ കണ്ടെത്തുകയാണ്. ഒരു കലാകാരി അവളുടെ സകല കഴിവുകളും കലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന പല രംഗങ്ങളും നമ്മൾ ഈ ആത്മകഥയിലൂടെ മനസ്സിലാക്കുകയാണ്. കലാമണ്ഡലം സരസ്വതിയുടെ ആത്മകഥയാണ് സാരസ്വതം. മാതൃഭൂമി ബുക്സിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. 2023 അതിൻ്റെ ആദ്യ പതിപ്പ് പ്രസിദ്ധീകരിച്ചത്. 290 രൂപയാണ് പുസ്തകത്തിൻ്റെ വില. 22 അധ്യായങ്ങളിലായിട്ടാണ് അവർ അവരുടെ ആത്മകഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ അതിൻ്റെ ഓരോ ഏടുകളിലേക്കും കടന്നു പോകാവുന്നതാണ്. അപ്പം നൃത്തത്തിൻ്റെ വൈവിധ്യമാർന്ന മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കലാകാരിയെ നമ്മൾ ഈ ആത്മകഥയിൽ നിന്ന് കണ്ടെടുക്കുകയാണ്. അപ്പോൾ പാലക്കാട് ശേഖരീപുരം എന്ന് പറയുന്ന ബ്രാഹ്മണ സമൂഹത്തിലെ സുബ്രഹ്മണ്യർ എന്ന് പറയുന്ന ആളായിരുന്നു കലാമണ്ഡലം സരസ്വതിയുടെ അച്ഛൻ. നെന്മാറ ഗ്രാമത്തിലെ മീനാക്ഷി അമ്മാളായിരുന്നു അമ്മ. ഇവർ സരസ്വതി അടക്കം 9 മക്കളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അവർ പാലക്കാട് നിന്നും, ഈ സരസ്വതി ചെറിയ കുട്ടിയാകുന്ന സമയത്ത് 4ാമത്തെ കുട്ടിയായിരുന്നു ഈ സരസ്വതിക്ക് 50 ദിവസം പ്രായമുള്ള കാലത്താണ് അവർ പാലക്കാട് നിന്നും കോഴിക്കോട്ടേക്ക് താമസം മാറ്റുന്നത്. അവിടെ അവർക്ക് ഭക്ഷ്യവിഭവങ്ങൾ കച്ചവടം ചെയ്തിട്ടാണ് അവർ ഉപജീവനം കഴിച്ചിരുന്നത്. ആദ്യകാലത്തൊക്കെ വളരെ നന്നായിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. നല്ല വരുമാനവും ഉണ്ടായിരുന്നു. പിന്നീട് അവരുടെ അച്ഛൻ ഒരു ഹൃദയാലുവായ ആളായിരുന്നു. അപ്പോൾ ഭാര്യ ഇങ്ങനെ ദാനം ചെയ്യുന്നതിൽ ഒരു പ്രത്യേക സന്തോഷം അനുഭവിക്കുന്ന ആളായിരുന്നു. അപ്പോൾ വരവിനേക്കാൾ കൂടുതൽ ഇങ്ങനെ ദാനം ചെയ്ത് പിന്നീട് അവർക്ക് കഷ്ടകാലം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മകള് നൃത്തം പഠിക്കണം എന്ന കാര്യത്തിൽ അച്ഛന് വളരെ നിർബന്ധമായിരുന്നു. കാലിന് സ്വാധീനമില്ലാത്ത അച്ഛനായിരുന്നു. അച്ഛനും അതെ, അമ്മയും അതെ. 2 പേർക്കും വലത്തെ കാലിന് സ്വാധീനം ഉണ്ടായിരുന്നില്ല. അവർ ആ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഈ കുടുംബത്തെയും
കുട്ടികളെയും ഒക്കെ പോറ്റി വളർത്തിയിരുന്നത്. അപ്പോൾ അതിൽ മൂത്ത കുട്ടികൾക്ക് എപ്പോഴും കഷ്ടപ്പാട് കൂടുതലായിരുന്നു. ഭാര്യ എന്ന നിലയിൽ മാത്രമല്ല, കലാമണ്ഡലം സരസ്വതി എന്ന ആൾ അവർ ഇടപെട്ട മേഖലകളിലെല്ലാം വളരെ അതുല്യ പ്രതിഭാശാലിയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു പുസ്തകമാണിത്. അവർ കൈവച്ച മേഖലകളിലെല്ലാം നൃത്തത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് ഈ കലാകാരി ഇവിടെ നിലയുറപ്പിച്ചത്. അപ്പോൾ അവർ കടന്നു വന്ന വഴികളും അതിൻ്റെ തീക്ഷ്ണമായ അനുഭവങ്ങളും ഒക്കെ ഈ പുസ്തകത്തിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പം മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം എല്ലാം അവർ അഭ്യസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അത് എത്രയോ തലമുറകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മഹത്തായ ഒരു ലക്ഷ്യം കലയിലൂടെ സാധിച്ചെടുത്ത ഒരു കലാകാരിയെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സാരസ്വതം എന്ന ആത്മകഥ വളരെ ശ്രദ്ധേയമായ ഒരു കൃതിയായിട്ട് എനിക്ക് തോന്നി. ഞാൻ വായിച്ചിട്ടുള്ള സ്ത്രീ ആത്മകഥകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടതിനെ നമുക്ക് കാണാൻ കഴിയുന്നത്, അവിടെ ഒരു സ്ത്രീക്ക് അവരുടേതായ കർമ്മ മേഖലയിൽ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. മറ്റൊരാളുടെ തണലോ നിഴലോ ആകാതെ തന്നെ എല്ലാം ചെയ്യുന്ന, നമ്മുടെ വഴിയിലൂടെ മുന്നേറുന്ന ഒരു കഥാപാത്രത്തെ നമ്മളിവിടെ കണ്ടെത്തുകയാണ്. ഒരു കലാകാരി അവളുടെ സകല കഴിവുകളും കലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന പല രംഗങ്ങളും നമ്മൾ ഈ ആത്മകഥയിലൂടെ മനസ്സിലാക്കുകയാണ്. കലാമണ്ഡലം സരസ്വതിയുടെ ആത്മകഥയാണ് സാരസ്വതം. 1948 അവർ കോഴിക്കോട് എത്തുന്നത്. എന്നിട്ട് അവിടെ ദേവി വിലാസം ലഞ്ച് ഹോം എന്ന് പറഞ്ഞിട്ട് ഒരു ഭക്ഷണശാല തുറക്കുകയാണ്. അത് നല്ല നിലയിൽ തന്നെ ആയിരുന്നു ആദ്യം. പിന്നെ ഈ വയ്യാത്ത അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ശ്രമഫലമായിട്ട് അധ്വാനശീലരായ മാതാപിതാക്കൾ കെട്ടിപ്പടുത്തെടുത്തതാണ് അവരുടെ ജീവിതം. അങ്ങനെ പിന്നെ ഈ കുട്ടിയെ 10 വയസ്സുള്ള കുട്ടിയെ, അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ നൃത്തം പഠിക്കാൻ വേണ്ടിയിട്ട് മദ്രാസിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവിടെ അവർക്ക് അഡ്മിഷൻ കിട്ടിയില്ല. മദ്രാസിലെ കലാനിലയത്തിൽ അവരെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ആഗ്രഹിച്ചിരുന്നത്. അവിടെ ചേർത്ത് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. തിരിച്ചു വരുന്ന വഴിക്ക് അച്ഛൻ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയില്ല. കലാമണ്ഡലത്തിലിറങ്ങി അവിടെ പരിചയമുള്ള ആളുകളുടെയൊക്കെ സഹായത്താൽ ഈ കുട്ടിയെ അവിടെ ചേർക്കുകയാണ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന് അക്കാലത്ത് വളരെ വലിയ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയിരുന്നു. വലിയ തുക ഫീസായിട്ടൊക്കെ കൊടുത്തിട്ടാണ് അന്ന് പഠിപ്പിച്ചിരുന്നത്. അന്നത്തെ 300 രൂപ എന്ന് പറഞ്ഞാൽ വളരെ വലിയ പൈസയാണ്. അങ്ങനെ 3 വർഷം അദ്ദേഹം ഉണ്ടാക്കുന്ന ഈ ചെറിയ വരുമാനത്തിൽ നിന്ന് അയച്ചു കൊടുക്കുമായിരുന്നു മകൾക്ക് വേണ്ടിയിട്ട്. അത് ഓർക്കുന്നതൊക്കെ വളരെ വിഷമകരമായ ഓർമ്മയായിട്ടാണ് അവർ പങ്കുവയ്ക്കുന്നത്. പിന്നെ 3 വർഷം കഴിയുമ്പോൾ അവർക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുകയാണ് 150 രൂപ. അപ്പോൾ അച്ഛൻ്റെ കഷ്ടപ്പാട് പകുതി കുറഞ്ഞുവല്ലോ എന്ന് എങ്ങനെ ആലോചിക്കുകയാണ്. വളരെ ചിട്ടയുള്ള ഒരു ജീവിതമായിരുന്നു കലാമണ്ഡലത്തിൽ നയിക്കേണ്ടി വന്നത്. ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു ഈ കലാമണ്ഡലം സരസ്വതി. അപ്പോൾ ഈ ചെറിയ കുട്ടി അന്ന് തന്നെ നൃത്തത്തിൻ്റെ ബാലപാഠങ്ങളും എല്ലാം അഭ്യസിച്ചു. അതോടൊപ്പം തന്നെ സ്കൂൾ പഠനവും അതിൻ്റെ കൂടെ തന്നെ നടത്തണം. അതിരാവിലെ എഴുന്നേൽക്കണം. എല്ലാ കാര്യങ്ങളിലും ബഹുമിടുക്കിയായിരുന്നു. അവിടെ നിന്നും വരുമ്പോൾ വളരെ നല്ല, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി പാസ്സായത് കലാമണ്ഡലം സരസ്വതിയായിരുന്നു. അക്കാലത്ത് കലാമണ്ഡലം സരസ്വതി എന്നൊരു പേര് അവർക്ക്
ഉണ്ടായിരുന്നില്ല. കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങിയ പാടെ അക്കാലത്ത് കലാമണ്ഡലത്തിൻ്റെ പേരിനോട് കൂടെ ചേർത്ത് വയ്ക്കാൻ അവർക്ക് കൊടുക്കുമായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ ആത്മകഥയിൽ. അപ്പോൾ പെരുമ്പാവൂരിൽ നിന്നൊരു സരസ്വതി ഉണ്ടായിരുന്നു, അപ്പോൾ ഇവരും ഉണ്ടായിരുന്നു കോഴിക്കോട്ട് നിന്ന്. അങ്ങനെ കോഴിക്കോട് സരസ്വതി എന്ന പേരിലാണ് ഇവരവിടെ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ആ പേരിലാണ് ഒരുപാട് കാലം നൃത്തങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നത്. പിന്നെ വളരെ കാലം കഴിഞ്ഞിട്ടാണ് അവർക്ക് കലാമണ്ഡലം സരസ്വതി എന്ന പേര് കൊടുത്തത്. അവരവരുടെ അച്ഛനോടാണ് ഈ നൃത്തത്തിൻ്റെ മേഖലയിലുള്ള എല്ലാ വളർച്ചയ്ക്കും കടപ്പെട്ടിരിക്കുന്നത്. വീട് വിട്ടു നിൽക്കാനാകാത്ത ഒരു കൊച്ചുകുട്ടിയെ അവൾക്ക് എന്നും അന്നമുള്ള കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന വിചാരത്തോടു കൂടി തന്നെ അച്ഛൻ ആ കുട്ടിയെ കൊണ്ട് ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഈ അച്ഛൻ്റെ 1.5 കാലും വലിച്ചുകൊണ്ട് ഈ പെട്ടിയും എടുത്തുകൊണ്ടുള്ള യാത്രയൊക്കെ അവർ വളരെ വേദനയോടെ എപ്പോഴും ഓർക്കുന്നതാണ്. നേരെ നടക്കാൻ വയ്യാത്തൊരു മനുഷ്യൻ്റെ മകൾ 2 കാല് കൊണ്ടും ഇങ്ങനെ ചവിട്ടി ജീവിതം പിടിച്ചെടുത്ത, നൃത്തം ചവിട്ടി ജീവിതം വീണ്ടെടുത്ത ഒരു കഥയാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് ഭരതനാട്യത്തിലായിരുന്നു കലാമണ്ഡലത്തിൽ അവർ അഭ്യസിച്ചത് ഭരതനാട്യമായിരുന്നു. പിന്നീട് അവർ പലയിടങ്ങളിൽ പോയി വീണ്ടും അതിൻ്റെ നല്ല ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ പോയി വീണ്ടും പഠിച്ചിരുന്നു. പഠിപ്പ് എന്നത് ജീവിതകാലം മുഴുവൻ കൊണ്ടു നടന്ന ഒരാളായിരുന്നു. അങ്ങനെ പ്രസിദ്ധരായ അന്നത്തെ ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ അവർ പോയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി മദ്രാസിലേക്ക് 15 വയസ്സായപ്പോൾ തൊട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് കിട്ടിയ ഒരു ധൈര്യം അവരെ ജീവിക്കാൻ പ്രാപ്തയാക്കി എന്ന് പറയുന്നുണ്ട്. അത് ഒക്കെ നമുക്കിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തി കലയ്ക്ക് വേണ്ടി നടത്തിയ പഴയ കാലത്ത് അവർ ചെയ്ത ത്യാഗങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല മാർക്കോട് കൂടി അവിടെ നിന്ന് പാസ്സാകുകയും ചെയ്തു. കലാമണ്ഡലത്തിലെ പരിപാടികൾക്കൊക്കെ അവരെ വിളിക്കും. അപ്പം സാംസ്കാരിക വകുപ്പിൻ്റെ പിന്നെ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം അവർക്കൊരു പ്രതീക്ഷയായിരുന്നു എല്ലാ കാലത്തും. മറ്റ് സംസ്ഥാനങ്ങളിൽ പോകാനും അവിടുത്തെ നർത്തകരുമായിട്ടും അവിടുത്തെ നൃത്തരൂപങ്ങളുമായിട്ടും ഒക്കെ ഇടപഴകാനും ആളുകളെ പരിചയപ്പെടാനും ഒക്കെയുള്ള ഒരു അസുലഭ സന്ദർഭമായിരുന്നു. അങ്ങനെ തമിഴ്നാട്ടിൽ പോയ കാലത്താണ് പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ നൃത്തം കണ്ടവർ അവരങ്ങ് കരഞ്ഞു പോവുകയാണ് ആ ദിവസം. അങ്ങനെ പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ പിതാവ് ഈ കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ട് എന്തിനാ നീ കരയുന്നതെന്ന് ചോദിക്കുമ്പം പറയുകയാണ്, എനിക്ക് ഈ പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ ശിഷ്യയാകാൻ ആഗ്രഹമുണ്ട് എന്ന്. അപ്പോൾ അച്ഛൻ ആ കുട്ടിയെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പം അതവളെ പിന്നീട് സാധിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം അച്ഛനോടും ആ ആഗ്രഹം പോയി പറയുന്നുണ്ട്. അങ്ങനെ നാട്ടിൽ കുറച്ച് കുട്ടികളെ നൃത്തം പഠിപ്പിക്കുകയും അങ്ങനെ കുറച്ച് പണമൊക്കെ ഉണ്ടാക്കി മദ്രാസിലേക്ക് പതുക്കെ ട്രെയിൻ കയറി പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ അടുത്തുനിന്ന് അവർ ധാരാളം കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ഇതൊക്കെ ഓർത്തെടുക്കുന്ന രംഗങ്ങളൊക്കെ വളരെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ തട്ടുന്നത് പോലെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വീട് എന്ന് പറഞ്ഞാൽ ധാരാളം അംഗങ്ങളുള്ള വീടാണ്. 9 മക്കളായിരുന്നു അവർ. അപ്പോൾ ഇവർ 4ാമത്തെ ആളാണ്. താഴെയുള്ളതുങ്ങളുടെയൊക്കെ ജീവിതം പിന്നീട് ഇവരെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോയിരുന്നത്. മൂത്ത ജ്യേഷ്ഠൻ എല്ലാവരും അവരുടെ വീട്ടിൽ നല്ലോണം പഠിക്കുന്നവരായിരുന്നു. പക്ഷെ അവർക്കൊന്നും അധികം പഠിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇവർക്ക് ഈ നൃത്ത പരിപാടികൾ വീടുകളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു. 50 രൂപയൊക്കെയാണ് അവർക്ക് കിട്ടിയിരുന്നത്. ഏറ്റവും വലിയ വീട്ടിൽ നിന്ന് കിട്ടുന്നത് 50 രൂപയാണ്. ആദ്യത്തെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് 25 രൂപയായിരുന്നു എന്നവർ ഓർക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് അത് വലിയ ഒരു സംഖ്യ തന്നെയായിരുന്നു. എങ്കിലും അതിലൊന്നും ഒതുങ്ങുന്നതല്ല ഇത്രയധികം ആളുകളുള്ള വീട്ടിലെ ജീവിതം. പിന്നീട് ഈ തമിഴ് ബ്രാഹ്മിൺസിൻ്റെ ഇടയിൽ ഒരുപാട് ആചാരങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ പണം ചിലവാക്കണം. ഒരാളുടെ കല്യാണം എന്തൊരു ചടങ്ങുകളാണ് വീട് നിറയെ. അപ്പോൾ അതിനൊക്കെ ആളുകളെ വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പണം ചിലവാക്കിക്കൊണ്ടേയിരിക്കണം. അതിന് മറ്റൊരു വഴിയുമില്ല. ഇവർ ഇങ്ങനെ ഒരു
ഇടവേളയുമില്ലാതെ വീടുകളിൽ പോയി നൃത്തം പഠിപ്പിച്ചും കുട്ടികളെ വീട്ടിലേക്ക് വരുത്തി നൃത്തം പഠിപ്പിച്ചും ഇങ്ങനെ വിശ്രമമില്ലാതെ കാലുകൾ കൊണ്ട് ചവിട്ടി ചവിട്ടി തളർന്നാണ് വീട്ടിൽ അന്തി ഉറങ്ങാനെത്തുന്നത്. അപ്പോൾ വീണ് കിടന്ന് ഉറങ്ങുമായിരുന്നു എന്ന് പറയാറുണ്ട്. അക്കാലത്ത് അവരുടെ വസ്ത്രങ്ങളും ഒക്കെ തയ്യാറാക്കി വെച്ചിരുന്നത് മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യയായിരുന്നു. മന്നി എന്നാണ് അവരെ വിളിച്ചിരുന്നത്. അലമേലു എന്നു പേരുള്ള ആ ഏടത്തിയമ്മയെ അതീവ സ്നേഹത്തോടു കൂടി ഈ ആത്മകഥയിലൂടെ നീളം സ്മരിക്കുന്നുണ്ട്. മന്നി അവർക്ക് അമ്മയേക്കാൾ മീതെയായിരുന്നു. അമ്മയും കാലിന് വയ്യാത്ത ഒരാളായിരുന്നു. അമ്മയുടെ ഏറ്റവും അടുത്ത ആൾ എന്ന് പറഞ്ഞാൽ അത് മന്നി തന്നെയായിരുന്നു. അലമേലു എന്ന് പറയുന്ന ജ്യേഷ്ഠത്തി അമ്മ ഇവരുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നതിൽ വളരെയേറെ ഇങ്ങനെ സഹിച്ചിട്ടുണ്ട്. അങ്ങനെ പല പല സ്ത്രീകളുടെയും സഹനങ്ങളാണ് ആ കുടുംബത്തിൻ്റെ രക്ഷയിൽ മുന്നോട്ട് നിന്നത്. അതിലേറ്റവും കൂടുതൽ അധ്വാനിച്ചത് ഈ കലാമണ്ഡലം സരസ്വതിയായിരുന്നു. അപ്പം വീടിൻ്റെ ഭാരം മുഴുവനും അവരുടെ തലയിലായതുകൊണ്ട് കാലുകൾക്ക് ഒരിക്കലും വിശ്രമമുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. കലാമണ്ഡലത്തിലെ പഠനകാലത്ത് ഓർമ്മയിൽ സൂക്ഷിച്ച പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കലാമണ്ഡലം ഹൈദരാലിയുടെ പേര്. പിന്നീട് അവർ മോഹിനിയാട്ടം പഠിച്ച് ഒക്കെ വരുമ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് മോഹിനിയാട്ടത്തിന് പദങ്ങളൊക്കെ എഴുതി കൊടുത്ത കാര്യമൊക്കെ അവർ ഓർക്കുന്നുണ്ട്. കലാമണ്ഡലം ഹൈദരാലിയുടെ പാട്ടിനെ പറ്റി അവർ ഏറ്റവും മധുരമായ ഓർമ്മയാണ്. കലാമണ്ഡലം ഹൈദരാലി എന്നാൽ മനുഷ്യത്വം എന്നതിൻ്റെ പര്യായമായിരുന്നു എന്ന് പറയുന്നുണ്ട്. കലാമണ്ഡലം നമ്പീശൻ ആശാൻ്റെ പ്രിയ ശിഷ്യനായിരുന്നു ഹൈദരാലി എന്നൊക്കെ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ കലാമണ്ഡലത്തിലെ ജീവിതത്തെക്കുറിച്ച് അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രഗത്ഭരെക്കുറിച്ച് ഒക്കെ നമുക്ക് അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് ഒക്കെ നമുക്കൊരു ഏകദേശ രൂപം ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കലാമണ്ഡലം ഇവരുടെ വളർച്ചയിൽ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ കലാമണ്ഡലത്തിന് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഭരതനാട്യത്തിൻ്റെ അവതരണത്തിൽ സരസ്വതി എന്ന പേര് അവർ അതിൽ എഴുതി ചേർത്തിരുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ കുറേ വേദികളിൽ അവതരിപ്പിച്ച് കഴിയുമ്പോൾ അവരുടെ പേരിൽ ഒരു ദിവസം പിന്നെ കലാമണ്ഡലം എന്ന ആ പേരിൻ്റെ കൂടെ അതും കൂടി അത് ചേർത്ത് വിളിച്ച ദിവസം അവർ ഓർക്കുന്നുണ്ട്. അന്ന് അത് അവരുടെ ഉള്ളിൽ ഒരു വല്ലാത്ത അനുഭവമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അത് വാർദ്ധക്യത്തിലെത്തിയപ്പോഴും അതിൻ്റെ ആ സുഖം അവരിങ്ങനെ ഓർത്തെടുക്കുകയാണ്. പിന്നെ അവർ പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ തിരക്ക് ഇങ്ങനെ കുറേ കൂടി തുടങ്ങിയ സമയത്ത് പിന്നീട് ചിത്ര വിശ്വേശ്വര അയ്യരുടെ അടുത്ത് പോയിട്ട് നൃത്തം പഠിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഗുരു വെമ്പട്ടി ചിന്നസത്യത്തിൻ്റെ അടുത്തു നിന്നാണ് പിന്നീട് കുച്ചിപ്പുടി എന്ന നൃത്തരൂപം അവതരിപ്പിച്ചത്. അങ്ങനെ ഭയങ്കര സംഭവബഹുലമായ ഒരു ജീവിതമായിട്ടത് മാറുകയാണ്. നൃത്തത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച എല്ലാ ത്യാഗങ്ങളും സ്വയം സഹിച്ചുകൊണ്ടൊരു കുടുംബത്തെയും അവനവൻ്റെ ഉള്ളിൽ നൃത്തത്തോടുള്ള അഭിനിവേശത്തെയും ഒരുമിച്ച് കൊണ്ടുപോയ ഒരു ശക്തിശാലിയായ സ്ത്രീയായിരുന്നു കലാമണ്ഡലം സരസ്വതി. പിന്നെ ഇങ്ങനെ ഡാൻസിനൊക്കെ ഇവിടെയൊക്കെ പോകേണ്ടി വന്നു അവർക്ക് പലയിടത്തും. ആ സമയത്തൊക്കെ അവർക്ക് കൂട്ടുപോയിരുന്നത് സ്വന്തം സഹോദരന്മാരായിരുന്നു, അനുജന്മാരായ സഹോദരന്മാർ. എപ്പോഴും അവർ പറയുന്നുണ്ട്, ഞങ്ങൾ 9 ആളുകൾ, കുട്ടികളായപ്പോഴും തല്ലും പിടിയൊക്കെ കൂടും, എന്നാലും അവർ 9 ആളും ഒരേ മനസ്സായിരുന്നു എന്ന് പറയുന്നുണ്ട്. വയസ്സായിട്ടും അതിന് മാറ്റമുണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. കൂടപ്പിറപ്പുകളെ ഇത്രയധികം സ്നേഹിച്ച, അവർക്ക് വേണ്ടി ഇത്രയധികം ത്യാഗം ചെയ്ത ഒരു സഹോദരിയെ നമുക്ക് അപൂർവമായിട്ടേ കാണാൻ കഴിയുള്ളൂ. പിന്നീട് ഇന്നത്തെ കാലത്ത് എന്ത് ത്യാഗം ചെയ്താലും അതൊക്കെ മറന്നു പോകുന്ന ആളുകളാണ്. പക്ഷേ ഇവരുടെ സഹോദരങ്ങൾ അവരെ മറന്നിട്ടില്ല. അവർക്ക് എപ്പോഴും സഹായഹസ്തങ്ങളുമായി അവർ കൂടെ ഉണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷവും, വിവാഹത്തിന് മുൻപും വിവാഹത്തിന് ശേഷവും എല്ലാ കാര്യങ്ങളിലും അവരുടെ സഹോദരങ്ങൾ അവരെ സഹായിച്ചിരുന്നു. സഹോദര്യത്തിൻ്റെ കാര്യത്തിൽ വളരെ ഭാഗ്യം ചെയ്ത ഒരു ജന്മമായിരുന്നു
ഈ കലാകാരിയുടേത്. അവരെല്ലാം അവരെ ആശ്രയിച്ച് ആണ് പിന്നീട് എപ്പോഴും അവർക്ക് ഒരു ആശ്രയമായി നിലകൊള്ളുകയും ചെയ്തു. മകളെ വളർത്തുന്നതിലും എല്ലാ കാര്യത്തിലും അവർ ഒരുമിച്ച് നിന്നു എന്നിടത്താണ് ആ കുടുംബത്തിൻ്റെ കെട്ടുറപ്പും അതിൻ്റെ വിജയവും. അതിനിടയിൽ പിന്നീട് മറ്റ് സ്വാർത്ഥതകളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പല തരത്തിലും നൃത്തത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ തൻ്റെ കഴിവ് തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ ആണെങ്കിലും ഇങ്ങനെ അലഞ്ഞ് നടന്നിട്ടാണ് അവർ നൃത്തം പഠിപ്പിച്ചിരുന്നത്. അവർക്കൊരു സ്ഥലം, ഒരു ഡാൻസ് സ്കൂളൊന്നും തുടങ്ങാനുള്ള കഴിവ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവരൊരാളെ പരിചയപ്പെടുകയാണ്. സുമതി എസ് മേനോൻ എന്ന് പറയുന്ന ഒരു ഗൈനക്കോളജിസ്റ്റിനെ പരിചയപ്പെടുകയാണ്. അവരുടെ അനിയത്തിയെ നൃത്തം പഠിപ്പിക്കുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ സമീപിക്കുന്നത്. പിന്നീട് അവരെ മമ്മ എന്നാണ് അവർ വിളിച്ചിരുന്നത്. ആ ഗൈനക്കോളജിസ്റ്റിന് മക്കളില്ലായിരുന്നു. അപ്പോൾ സ്വന്തം അനിയത്തി റീത്തയെ മകളെ പോലെ കണക്കാക്കിയിട്ട് പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അവരുടെ പഠിപ്പുരയുടെ ഒരു ഭാഗം ഇവർക്ക് ഡാൻസ് ക്ലാസ് ആക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അവിടെ ആശുപത്രിയിലെ ഉപകരണങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ച സ്ഥലമായിരുന്നു. പിന്നീട് അത് ഒഴിവാക്കിയിട്ടാണ് അവർക്ക് അവിടം കൊടുത്തത്. അവിടെ ധാരാളം പെൺകുട്ടികൾ ഡാൻസ് പഠിക്കാൻ വന്നിരുന്നു. ഈ പഠിപ്പുരയുടെ മുകളിലുള്ള ഒരു ഹാളാണ് അവരുടെ ആദ്യത്തെ നൃത്തവിദ്യാലയമായിട്ട് മാറിയത്. അവിടെ നിന്നാണ് അവർ അപ്പോൾ ഇങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുന്ന തിരക്കൊക്കെ അങ്ങ് പോയി. 1972 ആ സ്ഥാപനത്തിന് നൃത്യാലയ എന്ന് പേര് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് ആണ് മോഹിനിയാട്ടം പഠിച്ചതും കലാമണ്ഡലം സത്യഭാമയുടെയും കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയുടെയും ഒക്കെ ശിഷ്യത്വത്തിൽ മോഹിനിയാട്ടം പഠിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ അവരുടെ മക്കളായ കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയുടെ മക്കളായ ശ്രീദേവി രാജനും കലാവിജയനും അവരെ മോഹിനിയാട്ട പഠനത്തിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും അത് പഠിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരത് പഠിച്ചിരിക്കും. ആ ഇച്ഛാശക്തിയാണ് നമ്മൾ ഇതിൽ നിന്ന് ഏറ്റവും കാര്യമായിട്ട് ഉൾക്കൊള്ളാവുന്ന ഒരു ഘടകം. അങ്ങനെ അവരിങ്ങനെ വീടുകളിലൊക്കെ ഓടി നടന്ന് നൃത്തം പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം 7-8 വയസ്സുള്ള ഒരു കുട്ടിയെ നൃത്തം പഠിപ്പിക്കേണ്ടി വരികയാണ്. അത് MT വാസുദേവൻ നായരുടെ മകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ സിതാരയെ നൃത്തം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് MTയുടെ വീട്ടിലേക്ക് അവർ പോകുന്നത്. ആ കുട്ടി ഒരു മെലിഞ്ഞ കുട്ടി, 7-8 വയസ്സുള്ള ഒരു മെലിഞ്ഞ കുട്ടി എന്ന് പറയുന്നു. ടീച്ചറായ അതിൻ്റെ അമ്മയും പിന്നെ ഇവൾ കുറച്ച് ഫോക്ക് ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ട്, ശാസ്ത്രീയമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് MT വാസുദേവൻ നായരുടെ വീട്ടിൽ അവർ ആദ്യമായിട്ട് പോകുന്നത്. സിതാര എന്നായിരുന്നു ആ മകളുടെ പേര്. ആ മകളുടെ പേര് തന്നെയാണ് ആ വീടിനും MTയുടെ വീടിനും ഉള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ ആണ് കോഴിക്കോട് ഇവരുടെ നൃത്ത ക്ലാസ്സുകളൊക്കെ വളരെ പ്രസിദ്ധമായി തുടങ്ങുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പിന്നെ നൃത്തവേഷത്തിലുള്ള കലാമണ്ഡലം സരസ്വതിയുടെ ഒരു കവർ ഫോട്ടോ വരുന്നതും പിന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ഉള്ളിൽ അവരുടെ അഭിനയത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഫോട്ടോകൾ വരുന്നതും ഒരു വഴിത്തിരിവായിട്ട് മാറുകയാണ് അവരുടെ ജീവിതത്തിൽ. അപ്പോൾ പദാഭിനയം എന്ന തലക്കെട്ടിൽ വിവിധ ഭാവത്തിലുള്ള ഫോട്ടോകളും നൃത്ത സംവിധാനം AR ഭാസ്കർ എന്നും ഫോട്ടോ VP ശ്രീധരൻ എന്നിങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ടാണ് അത് അടിച്ചു വന്നിരുന്നത്. അതിൽ ഈ ഭാസ്കർ എന്ന് പറയുന്ന ആൾ അവരുടെ ഗുരു തന്നെയായിരുന്നു. VP ശ്രീധരൻ എന്ന് പറയുന്ന ആൾ ഒരു സ്കൂളിലെ ഡ്രോയിങ് മാഷായിരുന്നു. അപ്പോൾ അദ്ദേഹം നന്നായി ഫോട്ടോ എടുക്കും. അപ്പോൾ ആ ഫോട്ടോകളൊക്കെ മാതൃഭൂമിയിൽ വന്നത് അവരുടെ അന്നത്തെ ആ ഒരു അവസ്ഥയിൽ അത് വളരെ അവരുടെ കരിയറിന് ഗുണം ചെയ്തു എന്ന് വേണം പറയാൻ. ശ്രീധരൻ മാസ്റ്റർ പിന്നെ MT വാസുദേവൻ നായരുടെ സുഹൃത്തു കൂടിയായിരുന്നു. അപ്പോൾ ഈ ഗുരുക്കന്മാരുമായിട്ട് MTക്ക് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവർ അവതരിപ്പിച്ചത് സ്വാതി തിരുനാളിൻ്റെ പദമായിരുന്നു എന്നും ഓർത്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് MT നിർമാല്യം എന്ന സിനിമ
എടുക്കുന്ന സമയത്ത് അതിൽ വീണ്ടും പിന്നെ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ 2 നർത്തകികളെ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഇവർ കണ്ടെത്തിയ നർത്തകി ഈ കലാമണ്ഡലം സരസ്വതിയായിരുന്നു. കലാമണ്ഡലം സരസ്വതിക്ക് ഒരു കൂട്ടുകാരി ലീലാമ്മയും ഉണ്ടായിരുന്നു. അവർ പിന്നീട് കലാമണ്ഡലത്തിലെ അധ്യാപികയായിട്ട് മാറുകയാണ് ഉണ്ടായത്. എപ്പോഴും സരസ്വതിയുടെ കൂടെ വളരെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു ലീലാമ്മ. അവർ രണ്ടാളും കൂടി ആ മോഹിനിയാട്ടം വളരെയേറെ നന്നായി ആ സിനിമയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ ഉയർച്ചയുടെ ഘട്ടങ്ങളിലും അവർ അവരുടെ അച്ഛനെ നന്ദിയോടെ സ്മരിച്ചിരുന്നു. അച്ഛൻ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കാലത്ത് അവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ചെല്ലുന്ന ഒരാളായിരുന്നു അച്ഛൻ. പക്ഷേ മകള് നൃത്തം ചെയ്ത് അരങ്ങിൽ വേഷം കെട്ടി 4 പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേക്കും അച്ഛൻ മരിച്ചുപോയി. അത് അവരുടെ തീരാ ദുഃഖമായിട്ട് അച്ഛൻ്റെ കയ്യിലൊന്നും വെച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദന അവളുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ അച്ഛൻ ആണ് ആ മകളെ അവളുടെ കഴിവിനെ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ധനസ്ഥിതി വളരെ മോശമായിരുന്നെങ്കിലും കുട്ടിയെ പഠിപ്പിക്കാനും അവൾക്ക് കഠിനാധ്വാനിയായ മകൾ നല്ല നിലയിലെത്തും എന്ന് അവളെ അനുഗ്രഹിച്ചിട്ടുമാണ് ആ അച്ഛൻ കടന്നുപോയത്. അപ്പോൾ അച്ഛനാണ് അവളെ 15-ാം വയസ്സ് മുതൽ സ്വതന്ത്ര ജീവിതം നയിക്കാൻ പഠിപ്പിച്ചത്. അത് വളരെ വലിയ ഒരു കാര്യമാണ് അക്കാലത്ത്. 15 വയസ്സുള്ള ഒരു പെൺകുട്ടി അധ്യാപികയാകുന്നു. അവളുടെ ആ കലയോടുള്ള താല്പര്യത്തിൻ്റെ പേരിൽ മാത്രം അവൾ കോഴിക്കോട് നിന്ന് മദ്രാസ് വരെ ട്രെയിനിൽ കയറി പോകുന്നു. അതെല്ലാം നാട്ടുകാർക്കും വളരെ ബഹുമാനത്തോടു കൂടിയാണ് ഈ കലാകാരിയെ ഉൾക്കൊണ്ടത്. അവരുടെ കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നു. അവർ അതിൻ്റെ പുതിയ പുതിയ ചലനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നു. പിന്നീട് കുട്ടികളെ സ്കൂൾ യുവജനോത്സവത്തിന് വേണ്ടിയിട്ട് പ്രാപ്തരാക്കുന്നു. അവരിൽ പലരും സമ്മാനം വാങ്ങിക്കൊണ്ടുവരുന്നു. പിന്നീട് പ്രസിദ്ധരായ പല സിനിമാ നടന്മാരും കോഴിക്കോട്ടെ പ്രധാന നർത്തകരും ഒക്കെ അവരുടെ ശിഷ്യരായിട്ട് കടന്നു വന്നതാണ്. ആ ഓർമ്മകളൊക്കെ ഈ ആത്മകഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഡ്രോയിങ് മാഷ് MT യുമായിട്ട് വളരെ അടുപ്പമുള്ള ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം വഴിയാണ് ഈ MT വാസുദേവൻ നായരുടെ ആലോചന വരുന്നത്. അത് കൂട്ടുകാരികൾ വീട്ടിൽ പോയിട്ട് ചോദിക്കുകയാണ്. ഇവരോട് ചോദിക്കുന്നേ ഇല്ല. പിന്നീടാണ് അവരത് അറിയുന്നത്. അപ്പോൾ വീട്ടുകാർക്ക് ഈ ജാതിയുടെ പ്രശ്നം അതൊക്കെ ഉള്ളതുകൊണ്ട് അവരതിന് ഒരു അഭിപ്രായം തീർത്തും പറഞ്ഞിരുന്നില്ല. പിന്നെ ഏക വരുമാനം എന്നതും ഈ കുട്ടിയുടെ ആയിരുന്നു. പിന്നീട് അവസാനം ഈ സരസ്വതി തന്നെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനം എടുക്കുകയാണ്. സ്വന്തം അനിയത്തിയെ കല്യാണം കഴിച്ചയച്ചു, ചേച്ചിയെ കല്യാണം കഴിച്ചയച്ചു, ഇളയതിനെ പഠിപ്പിക്കുക. ഇങ്ങനെ ഒരുപാട് ബാധ്യത തലയിലിരിക്കുന്ന സമയത്ത് സ്വന്തം കല്യാണത്തെക്കുറിച്ച് അവർ ഓർത്തിട്ടേ ഇല്ല. ആ സമയത്താണ് MT യുടെ ആലോചന വരുന്നത്. അങ്ങനെ അവരതിനങ്ങ് ആ കല്യാണത്തിന് സമ്മതിക്കുകയാണ് ചെയ്തത്. പിന്നീട് 1977 ഒക്ടോബർ 30-നായിരുന്നു MT വാസുദേവൻ നായരും കലാമണ്ഡലം സരസ്വതിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. അതൊരു പുതിയ തുടക്കമായിരുന്നു 2 പേർക്ക്. അതായത് എഴുത്തിൻ്റെ രംഗത്ത് അതികായനായ ഒരാൾക്കും നൃത്തത്തിൻ്റെ രംഗത്ത് അതികായയായിട്ടുള്ള ഒരാൾക്കും അവരുടെ സ്വതന്ത്രമായ കലാജീവിതം തുടരാനുള്ള ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഒരാളും മറ്റൊരാളുടെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാക്കിയിരുന്നില്ല. 2 വ്യക്തികളും പരസ്പരം മാനിച്ചുകൊണ്ട് അവരുടെ കുറവുകളും ഗുണങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. അതാണ് ആ ദാമ്പത്യത്തിൻ്റെ വിജയം. അവരുടെ മകളാണ് അശ്വതി. ചെറിയ കുട്ടിയാവുമ്പോൾ വേണ്ട പോലെയൊന്നും നോക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രസവിച്ച് 28-ാമത്തെ ദിവസം വീണ്ടും അവർ നൃത്തത്തിന് വേണ്ടി ഇറങ്ങി. അവരുടെ കാലുകൾക്ക് നൃത്തം ചവിട്ടാതെ ഇരിക്കാൻ കഴിയില്ല എന്നവർ തിരിച്ചറിയാണ്. കുട്ടിയോട്
ഉള്ളതിനേക്കാൾ അന്ന് ആത്മബന്ധം മറ്റു കുട്ടികളോടും അവരുടെ ജീവിതത്തോടുമായിരുന്നു. കാരണം അവരുടെ അമ്മ അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്, നീ നിൻ്റെ മകളെ പ്രത്യേകിച്ചൊന്നും പഠിപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അവതരിപ്പിക്കേണ്ടതോ ആയ കാര്യമില്ല. അവൾ നിൻ്റെ മകളായതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ട വേദികളും അവസരങ്ങളും വന്നു ചേർന്നുകൊള്ളും. നിൻ്റെ അന്നം മറ്റു കുട്ടികളാണ്, ആ കുട്ടികളോടാണ് നീ എപ്പോഴും കൂറ് കാണിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. അത് അമ്മ പറഞ്ഞു കൊടുത്ത ആ വാക്ക് അവർ കൃത്യമായിട്ട് അനുസരിക്കുകയാണ്. മകളെ അധിക കാലത്ത് നോക്കിയിരുന്നത് ഈ കലാമണ്ഡലം സരസ്വതിയുടെ സഹോദരങ്ങളാണ്. എപ്പോഴും അവർ പറയുന്ന പേരുകളാണ്. ശേഷാദ്രി എന്നൊക്കെ പറയുന്ന സഹോദരൻ്റെയൊക്കെ പേര് പറയുന്നുണ്ട്. കുട്ടി കരഞ്ഞാൽ എടുത്തുകൊണ്ട് പോകുന്നത് അവരാണ്. അങ്ങനെ അവരുടെ കൂടെ ആ കുട്ടി വളർന്നു. ഇത്രയും ആളുകളുടെ കൂടെയൊക്കെ വളർന്നത് കൊണ്ട് ആ കുട്ടി പ്രായത്തിലേറെ പക്വതയുള്ള ഒരു കുട്ടിയായിരുന്നു. MTയുടെ ഒരു സ്ത്രീ രൂപം എന്നാണ് മകളെക്കുറിച്ച് കുട്ടിയുടെ അമ്മയായ കലാമണ്ഡലം സരസ്വതി പറയുന്നത്. ഒരു മകൾ ആണുള്ളത്. MTക്ക് മൂത്ത ഒരു മകൾ സിതാര ഉണ്ടായിരുന്നു. അവൾ അമേരിക്കയിൽ പഠിക്കാൻ പോവുകയും അത് കഴിഞ്ഞ് വന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ഒരു പൂനെക്കാരനെ കല്യാണം കഴിക്കുകയും ചെയ്തു. അന്ന് MT കോഴിക്കോട്ട് ബന്ധുജനങ്ങളെയൊക്കെ വിളിച്ച് ഒരു ചടങ്ങ് നടത്തിയിരുന്നു. അപ്പോൾ അന്നാണ് ഈ ചെറിയ കുട്ടി അവൾക്കൊരു ജ്യേഷ്ഠത്തി ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ അവളോട് MT പറഞ്ഞു കൊടുക്കുകയാണ്, നിന്നെ ഞാൻ വാവ എന്ന് വിളിക്കുന്നത് പോലെ ഞാൻ പാപ്പ എന്ന് വിളിക്കുന്ന ഒരു ജ്യേഷ്ഠത്തി നിനക്കുണ്ട്. സിതാര എന്നാണ് അവളുടെ പേര്. ഇന്ന് അവളുടെ കല്യാണത്തിൻ്റെ റിസപ്ഷനാണ്. നിനക്ക് മറ്റ് തിരക്കുകളൊന്നുമില്ലെങ്കിൽ നീ എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ വരാം എന്ന് പറയുകയാണ്. അപ്പോൾ കുട്ടിക്കൊരു പുതിയ അറിവായിരുന്നു. ആ കുട്ടി ആ ചടങ്ങിൽ പങ്കെടുക്കുകയും വളരെ സന്തോഷവതിയായി തിരിച്ചു വരികയും ചെയ്യുകയാണ്. അവൾ അവളുടെ കൂടപ്പിറപ്പിനെ ഇന്നും സ്നേഹിച്ചിരുന്നു. ഈ രണ്ട് സഹോദരിമാരും തമ്മിൽ നല്ല അടുപ്പമായിരുന്നു. അപ്പോൾ അവർ രണ്ടാളും കൂടിയുള്ള ഫോട്ടോയൊക്കെ ഈ ആത്മകഥയിൽ എടുത്തു ചേർത്തിട്ടുണ്ട്. പിന്നെ കലാമണ്ഡലം സരസ്വതിക്ക് എപ്പോഴും അത് 7 വയസ്സുള്ള ആ ഒരു കുട്ടിയാണ്. പിന്നീടുള്ള കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. അവരോട് MT പറയുകയാണെങ്കിൽ കേൾക്കും, പിന്നെ അല്ലാത്ത കാര്യങ്ങളൊന്നും അവർ അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ MT എപ്പോഴും ആലോചനയിലായിരിക്കും. അദ്ദേഹത്തിൻ്റെ സർഗാത്മക രചനകൾ നടത്തുന്നതിന് വേണ്ട വായനയും ആലോചനയുമായി പോകുന്ന ആ മനുഷ്യനെ പൂർണ്ണമായി തിരിച്ചറിഞ്ഞ് അതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാക്കാതെ അവരവരുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എന്നിടത്താണ് അതിൻ്റെ വിജയമിരിക്കുന്നത്. MT ആണെങ്കിലും ഒരിക്കൽ പോലും ആ സ്ത്രീയെ നൃത്തത്തിൽ നിന്ന് തടയുകയോ കുടുംബത്തിൻ്റെ ഭാരങ്ങളിലും പ്രാരാബ്ധങ്ങളിലും അവരെ തളച്ചിടുകയോ ചെയ്തില്ല. അങ്ങനെ ഈ രണ്ട് വലിയ കലാകാരന്മാരുടെ മകളായ ഈ കുട്ടി പ്രായത്തിലേറെ പക്വതയുള്ള ഒരു കുട്ടിയായിട്ട് വളർന്നു വരികയാണ്. അവൾക്ക് ചെറുപ്പകാലത്തിൽ നൃത്തത്തിലൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ച് ഗുരുവായൂർ കൊണ്ടുപോയി അരങ്ങേറ്റം നടത്തി. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ആ കുട്ടി ഡാൻസും വിട്ടു. അതിന് ഇഷ്ടമല്ല, അത് ഡാൻസിൻ്റെ ഭാഗത്തേക്ക് വന്നതുമില്ല. പിന്നീട് നൃത്തത്തിൻ്റെ തിരക്കുമായിട്ട് ഇവരിങ്ങനെ കുട്ടികളെയും കൊണ്ട് പല വഴിക്ക് പോകുമ്പോൾ ഒരു ദിവസം മൂകാംബികയിൽ ശിഷ്യകളുമായിട്ട് പോയ സമയത്ത് ഈ കുട്ടി തന്നെ മുന്നോട്ട് വന്ന് പറയുകയാണ്, എനിക്കും നൃത്തം പഠിക്കണം എന്ന് തീരുമാനിച്ച് വന്നു കഴിഞ്ഞാൽ അവളത് പഠിച്ചിരിക്കും. പഠിക്കണ്ട എന്ന് വിചാരിച്ചാൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ അവളെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല എന്നാണ് അമ്മയുടെ നിരീക്ഷണം. അതിയായ ടാലൻ്റുള്ള കുട്ടിയാണ്. അവളെല്ലാം വേഗം പഠിച്ചെടുത്തു. പക്ഷേ മത്സരങ്ങൾക്കൊക്കെ മറ്റു കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അശ്വതി എന്ന മകളെ നീക്കി നിർത്തുകയാണ് ചെയ്തത്. അത് കുഞ്ഞുകാലത്ത് അവൾക്ക് സങ്കടം ഉണ്ടാക്കിയിരിക്കാം എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അവരതിനൊരു വിശദീകരണം മകൾക്ക് കൊടുത്തിട്ടില്ല. കാലം കൊണ്ട് അവൾ അത് മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരിക്കലും ചെറുപ്പകാലത്ത് അവളെ നോക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ അമ്മ അസുഖമായിട്ട് കിടക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് 10-15 വയസ്സുള്ള കുട്ടി അമ്മയെ വളരെയേറെ ഒരു മുതിർന്ന ആളെ പോലെ നിന്ന് സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നിടത്ത് ഇത് ഭയങ്കര നമുക്ക് അത്ഭുതം തോന്നുകയാണ്. 15-കാരി അമ്മയെ ഒരു അമ്മയെ പോലെ തന്നെ നിന്ന് സംരക്ഷിക്കുകയാണ് മകൾ. അവൾ പിന്നീട് പഠിച്ചത് ഇംഗ്ലീഷ് സാഹിത്യമാണ്. അത് PG ഒക്കെ അതിലെടുത്തിട്ടുണ്ട്.
അത് കഴിഞ്ഞ് അവൾ ജേർണലിസം പഠിക്കാൻ പോവാമെന്ന് വിചാരിച്ചതാണ്. ആ സമയത്ത് കലാമണ്ഡലം സരസ്വതി നൃത്താലയ എന്ന ഒരു സ്ഥാപനം പുതുതായി തുടങ്ങുകയാണ്. അവരുടെ ഇഷ്ടപ്പെട്ട കോഴിക്കോട്ടെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ പന്നിയങ്കര എന്ന് പറയുന്ന ദേശം. അവിടെ ഒരു നൃത്തവിദ്യാലയം സ്ഥാപിക്കണമെന്നത് അവരുടെ ഒരു ആഗ്രഹമായിരുന്നു. ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹമേ അവർ MTയോട് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. MT അത് സാധിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പാലക്കാട് ഭാഗത്ത് ഒരു മന പൊളിച്ച് അത് കൊണ്ടുവന്ന് വളരെ ഭംഗിയായി അതിൻ്റെ മുഖമണ്ഡപമൊക്കെ പിന്നെ തീർത്ത് അത് വളരെ ഭംഗിയായി പണി കഴിപ്പിച്ചു ഇങ്ങനെ നൃത്തം അവതരിപ്പിക്കാൻ ഒരു വേദിയാക്കി അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത് MT. അതിന് വേണ്ട സ്ഥലമൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കലാമണ്ഡലം സരസ്വതിയുടെ തന്നെ ആങ്ങളമാരെയൊക്കെ ഏർപ്പാടാക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പണി നടക്കുന്ന കാലത്തോളം MT കൂടെ നിന്ന് അത് അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിനനുസരിച്ച് വളരെ മനോഹരമാക്കി ഭാര്യയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഈ ആലോചനയും എഴുത്തും ഒക്കെ ആയി പോകുന്ന ഈ മനുഷ്യൻ മാതൃഭൂമിയിലെ ജോലിയും ഒക്കെ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അദ്ദേഹം പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അവർക്ക് ഒരിക്കലും അതിന് പരാതിയില്ല. അപ്പോൾ അവർ മദ്രാസിലേക്ക് MT തിരക്കഥയുടെ രചനയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് അങ്ങോട്ട് ഇവരും കൂടെ പോകും. അതവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്രകളായിരുന്നു എന്ന് പറയുന്നുണ്ട്. MT തിരക്കഥയുടെ ചർച്ചയിൽ മുഴുകുന്ന സമയത്ത് ഇവരുടെ ഗുരുക്കന്മാരെ തേടി പോകും. അത് കഴിഞ്ഞ് MTയുടെ തിരക്കഥയൊക്കെ നല്ല വിധത്തിൽ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ, സന്തോഷവാനായി കഴിഞ്ഞാൽ MT ചെയ്യുന്നത് നഗരം ചുറ്റാനിറങ്ങും. അപ്പോൾ ഒരു ദിവസം നഗരം ചുറ്റാനിറങ്ങുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഷോപ്പിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. MTക്ക് അതിനെപ്പറ്റിയൊന്നും വലിയ വിവരമൊന്നുമില്ല. ഒരു ദിവസം ഭാര്യയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സാരിയൊന്നും വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. വേണമെന്നോ വേണ്ട എന്നോ ഒന്നും പറയാൻ അവർക്ക് ആ സമയത്താകുന്നില്ല. കാരണം ഇതിനു മുമ്പ് ഒരിക്കലും അങ്ങനെയൊന്നും ചോദിക്കുകയോ പറയുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. വേണമെന്നാണോ പറയേണ്ടത് വേണ്ടെന്നാണോ പറയേണ്ടത് എന്ന് ആലോചിച്ച് ശങ്കിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ MT ഒരു കടയിലേക്ക് കയറി ചെന്ന് ചോദിക്കുകയാണ് ഒരു പട്ടുസാരി. അപ്പോൾ അവർ കുറേ എണ്ണം നിരത്തിയിട്ടു. അതിൽ നിന്ന് ഒരെണ്ണം MT തന്നെ തപ്പിപ്പിടിച്ച് അവർക്ക് എടുത്തു കൊടുക്കുകയാണ്. ആദ്യമായി MTയിൽ നിന്ന് കിട്ടിയ സമ്മാനമാണത് എന്നവർ ഓർക്കുന്നുണ്ട്. എന്തൊരു സ്നേഹത്തോടെയാണെന്നറിയോ അത് ഓർക്കുന്നത്. അത് പിന്നെ അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ഭാര്യമാരെ വസ്ത്രങ്ങൾ കൊടുത്തോ അങ്ങനെയൊന്നും എപ്പോഴും സന്തോഷിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അവരുടെ ചെറിയ ആഗ്രഹങ്ങളുണ്ടെന്നോ ഒരിക്കലും അങ്ങനെ അദ്ദേഹവും ചിന്തിച്ചിട്ടില്ല. അത് ആ സ്ത്രീ പ്രതീക്ഷിച്ചിട്ടുമില്ല. അതുകൊണ്ട് അവരുടെ ദാമ്പത്യം കലഹങ്ങളൊന്നുമില്ലാതെ പോയിരുന്നു. ഇവർ പറയുന്ന അദ്ദേഹം പറയുന്ന കാര്യം പോലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും എന്തൊക്കെയോ കുറച്ചൊക്കെ പെറുക്കി തിന്ന് അങ്ങ് പോകും. പിന്നീട് അവർ കൂടെ നിന്ന് വിളമ്പിക്കൊടുത്തൊക്കെയാണ് അദ്ദേഹത്തെ ഭക്ഷണം തന്നെ കഴിപ്പിച്ചു തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഓർത്ത് നോക്കുമ്പോൾ വല്ലാത്ത സങ്കടം വരുന്ന ഇതാണ്. രണ്ട് മനുഷ്യർ, രണ്ട് പ്രത്യേകതയുള്ള, ഒരാൾക്ക് മറ്റൊരാളെ തിരിച്ചറിയാൻ കഴിഞ്ഞത് അവർ രണ്ട് മേഖലയിലാണെങ്കിലും അതിലെ പ്രതിഭകളായിരുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേത്തെ ദിവസം അമ്മയെ കാണാൻ പോകുന്ന സമയത്ത് അമ്മ സരസ്വതിയുടെ കുറേ സ്വഭാവങ്ങൾ MTയുടെ മുമ്പിൽ അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അതിൽ വരുന്നുണ്ട്. അവൾക്ക് വീട് കൊണ്ടുപോകാൻ അറിയില്ല, അവളിങ്ങനെ ഡാൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുകയാണ്. അവളുടെ ഗുണങ്ങളും ദോഷങ്ങളും മുഴുവൻ അമ്മ പറഞ്ഞു. അവരുടെ ജീവിതത്തിൽ ഒരു കുഴപ്പമുണ്ടാകാതിരിക്കാനായിരിക്കാം അമ്മ അങ്ങനെ പറഞ്ഞു കൊടുത്തത്. എല്ലാം നിശബ്ദമായി കേട്ട് കഴിഞ്ഞിട്ട് MT പറഞ്ഞു, സരസ്വതിയെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറയുകയാണ്. എന്നിട്ട് അന്ന് അമ്മയെ വണങ്ങി ആ മനുഷ്യൻ വരികയാണ്. പിന്നെ MTക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MTയുടെ കുറച്ച് സുഹൃത്തുക്കൾ, MTയുടെ കുടുംബാംഗങ്ങൾ, പിന്നെ എല്ലാം വളരെ പ്രിയപ്പെട്ടവരായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിവാഹം നിശ്ചയിച്ച സമയത്ത് സരസ്വതിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. കൊടിക്കുന്നത്ത് ഭഗവതി ഇദ്ദേഹത്തിൻ്റെ തട്ടകത്തിലെ ദൈവമാണ്. ആ ദൈവതയുടെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് താലി കെട്ടണം, പിന്നെ
അവിടുന്ന് തറവാട്ടിൽ നിന്ന് സദ്യയും വേണം. വീട്ടുകാരുടെ അനുഗ്രഹവും അംഗീകാരത്തോടു കൂടെ നടക്കുന്ന വിവാഹമായിരിക്കണം എന്നേ ഉള്ളൂ. ഉച്ചയാകുമ്പോഴേക്കും കല്യാണവും കഴിഞ്ഞു, സദ്യയും കഴിഞ്ഞു, അവർ കോഴിക്കോട്ടേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു എന്ന് ഓർക്കുന്നുണ്ട്. വീണ്ടും എം ടിയുടെ ആലോചനയുടെയും വായനയുടെയും സിനിമകളുടെയും ഒക്കെ ലോകത്തേക്ക് പോവുകയാണ്. കലാമണ്ഡലം സരസ്വതി നൃത്തത്തിൻ്റെ പടവുകൾ കയറിയും പോവുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ കുട്ടി അതിൻ്റേതായ ഒരു രീതിയിൽ വളർന്നു. അവൾക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ അമ്മയുടെ വീട്ടിൽ നിന്ന് അവളുടെ അമ്മാവന്മാരൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അമ്മമ്മയും പിന്നെ അമ്മാവന്മാരുമാണ് അവളുടെ ആഗ്രഹങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ചെയ്തു കൊടുത്തിരുന്നത്. അപ്പോൾ എം ടിയിൽ അവർ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും നല്ല ഗുണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും എം ടി വളച്ചൊടിച്ച് പറഞ്ഞിരുന്നില്ല. പിന്നെ ദ്വയാർത്ഥം വരുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ ഒരിക്കലും ജീവിതത്തിൽ അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് പറയാണ്. ഒരു ഭാര്യയ്ക്ക് വിശ്വാസം വരാവുന്ന ഏറ്റവും വലിയ ഘടകമാണ്. വിശ്വസ്തനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. വളരെ കുലീനനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അന്തർമുഖനായിരുന്നു, ഒരു കലാകാരനായിരുന്നു എന്നതുകൊണ്ടുള്ള ചില പ്രത്യേകതകൾ മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ മറ്റ് ദോഷങ്ങളൊന്നുമുള്ള ഒരാളായിരുന്നില്ല. വാചാലമായി ഒരിക്കലും അദ്ദേഹം സംസാരിക്കുമായിരുന്നില്ല. ഒരു മൂളൽ ഒക്കെ. മകളെ പോലും അങ്ങനെ വല്ലാതെ കൊഞ്ചിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മകൾക്കറിയാമായിരുന്നു അച്ഛന് സ്നേഹമുണ്ടെന്ന്. മകള് അച്ഛൻ വരുന്ന സമയമാകുമ്പോഴേക്കും അവൾക്കുള്ള ഏറ്റവും നല്ല ഉടുപ്പിട്ടിട്ട് റെഡിയായി അച്ഛൻ ഇങ്ങനെ കോണി കയറി പോകുന്നത് താഴെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കും എന്ന് പറയാറുണ്ട്. ആ പോകുന്ന വഴിക്ക് അവളുടെ മുടിയിലൊന്ന് തഴുകും. അത് തന്നെ സ്നേഹം. അതേ അദ്ദേഹം കാണിച്ചിട്ടുള്ളൂ. ആ കുട്ടി വലുതായി കഴിയുമ്പോൾ സിനിമകളൊക്കെ കാണാൻ നേരത്ത് അച്ഛനും മകളും തമ്മിൽ വളരെ അടുത്ത കൂട്ടുകാരാണ്. അവർ സംസാരിക്കുന്നില്ലെങ്കിലും അവരുടെ ഹൃദയങ്ങൾ വളരെയേറെ അടുത്തിരുന്നു എന്ന് ഈ അമ്മ തിരിച്ചറിയാണ്. അവർ അച്ഛൻ സിനിമ കാണുമ്പോൾ മകളും അതിൻ്റെ കൂടെ ഇരുന്ന് സിനിമ കാണും. അപ്പോൾ അതിൽ ഒരു പിന്നെ അനൗചിത്യവും ഈ അച്ഛൻ കണ്ടില്ല. മകളും ലോക സിനിമയുടെ വ്യത്യസ്ത മുഖങ്ങളൊക്കെ പരിചയപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്. അച്ഛൻ്റെ കൂടെ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കാനും പിന്നെ സിനിമകൾ കാണാനും പിന്നെ നൃത്തം പഠിക്കുമ്പോൾ അത് വളരെ നന്നായി പഠിക്കാനും ഒക്കെ ഏറ്റവും മിടുക്കിയായ ഒരു മകളായിട്ട് തന്നെയാണ് അശ്വതി വളർന്നു വന്നത്. പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞ് അവൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഇത് കുട്ടിയാണെന്നും അതിനോട് ഇത്തിരി വാത്സല്യമൊക്കെ കാണിക്കണമെന്നും സരസ്വതി ആലോചിച്ചു തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ പിന്നെയുള്ള യാത്രകളിൽ മകളെയും കൂടെ കൂട്ടുകയാണ് ചെയ്തത്. അങ്ങനെ 7 വയസ്സിൽ അവൾ കൃഷ്ണവേഷത്തിൽ ഗുരുവായൂരിൽ അരങ്ങേറ്റം നടത്തിയ ഓർമ്മയൊക്കെ അവർ ഇങ്ങനെ പങ്കിടുന്നുണ്ട്. അപ്പോൾ അല്ലാത്തൊരു ജീവിതമാണ് അവരുടെ. അതിൻ്റെ ഉള്ളിൽ ഈ നൃത്തത്തെ ഇങ്ങനെ ഉപാസിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് ഏകാന്തത എന്ന് പറയുന്നത് അങ്ങനെ അലട്ടിയിരുന്നില്ല. വളരെ രസകരമായ ഒരു ആത്മകഥയാണ് അത്. അവർ പോകുന്നിടത്തൊക്കെ അവരുടേത് മാത്രമായ ചില സൃഷ്ടികൾ ഉണ്ടായിരുന്നു. നൃത്താലയ തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിൽ പിന്നെ ഋതുസംഹാരം, കാളിദാസൻ്റെ ഋതുസംഹാരം 8 രസങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു പിന്നെ നൃത്തരൂപമുണ്ടായിരുന്നു. ആദ്യകാലത്ത് അവർ തന്നെയാണ് അത് 8ഉം അവതരിപ്പിച്ചിരുന്നത്. പിന്നീട് അവർ തന്നെ 8 പെൺകുട്ടികളെ അത് ഓരോ രസവും അവതരിപ്പിക്കാൻ വേണ്ടി സജ്ജമാക്കിക്കൊണ്ട് വരികയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അവർക്ക് അവിടുന്ന് ചില ചതികളൊക്കെ പറ്റുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, അവിടുത്തെ സഹായിയായിരുന്ന ഒരു പെൺകുട്ടി അവരുടെ പിന്നെ ഓർക്കസ്ട്രയെ അവിടുന്ന് വലിച്ച് അവൾ വേറെ ട്രൂപ്പ് തുടങ്ങി പോകുന്ന കഥയൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഒന്നുകൊണ്ടും അവർ തോറ്റില്ല എന്നതാണ് അവിടെ. പിന്നെ കുറേ കാലം സംഗീതം പഠിച്ച മകളെ കൊണ്ടുവന്നു. നൃത്താലയയുടെ ചുമതല അവൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ നൃത്താലയയിൽ പിന്നെ മദ്രാസിൽ നിന്ന് ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു പയ്യനെ കൊണ്ടുവന്ന് പുതിയ നൃത്തരൂപങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു. ആ കുട്ടിയാണ് പിന്നീട് അശ്വതിയുടെ ഭാവി വരനായിട്ട്
മാറിയത്. അവർ രണ്ടുപേരും നൃത്തത്തെ ഉപാസിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അവരുടെ കുട്ടിയാണ് മാധവ്. അപ്പം അങ്ങനെ അവരെപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ മകളെ നോക്കിയിട്ടില്ലെങ്കിലും എൻ്റെ മകൾ കുട്ടിയെ വളരെ നന്നായി നോക്കിയിട്ടുണ്ട്. അതേപോലെ ഭർത്താവുമൊത്ത് വളരെയേറെ ഒരുപാട് സംസാരിക്കാറുണ്ട്. അങ്ങനെ വളരെ കാര്യമായി മകളെ നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആൾ എപ്പോഴും എപ്പോഴും സ്വപ്നം കാണുകയാണ്. ഒരിക്കൽ ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവരുടെ ബോധം മറഞ്ഞു പോവുകയാണ്. മറഞ്ഞു പോയ ബോധത്തിൽ അവർ വീണ്ടും നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഇവർ വിചാരിച്ച ചുവടുകളൊന്നും ആയിരിക്കില്ല അവിടെ ആടുക. അതൊരു രോഗമാണ് എന്നും അങ്ങനെ പിന്നീട് അവർ കുറേ ചികിത്സകളൊക്കെ എടുത്ത് വീട്ടിൽ ഇങ്ങനെ വിശ്രമിക്കുകയൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. അത് അവരുടെ ഉള്ളിൽ ഒരു ഭയമായിട്ട് വന്നുകൂടിയിരുന്നു. പിന്നീട് അവർ വീണ് ബോധം പോയി അങ്ങ് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. നമുക്കത് വായിക്കുമ്പോൾ ആ ഭാഗം വായിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. ആ സമയത്ത് അവരെ ശുശ്രൂഷിച്ചത് മുഴുവനും അശ്വതി എന്ന കൊച്ചുമകളാണ്. അപ്പോൾ അവൾ ഒരു വലിയ ഉത്തരവാദിത്വം അങ്ങ് ഏറ്റെടുക്കുകയാണ് അവളുടെ അമ്മയെ രക്ഷിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതൊക്കെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ വളരെ ആഴത്തിൽ കിടക്കുന്നുണ്ട്. മകളോട് അതൊരിക്കലും കാണിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. എങ്കിലും ആ കുട്ടി ആ കാലത്ത് ചെയ്തത് MT അപ്പോൾ പറയുകയാണ്, അവർക്ക് കുറച്ച് വിശ്രമം ആവശ്യമുണ്ട് എന്ന്. നിങ്ങൾ എന്ന് ആണ് അവരെ വിളിക്കുക MT. നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ സരസ്വതി എന്ന് പറയും, എന്നെ നിങ്ങൾ അവർ എന്നൊക്കെ പറയാറുള്ളൂ എന്ന്. അതൊക്കെ അവർ ആദ്യമേ ഉൾക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു രീതിയിലാണ് അദ്ദേഹം. അപ്പം അതൊക്കെ അവരെത്രയോ ആഴത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ജീവിതം എന്നാൽ MTക്ക് മുൻപും MTക്ക് ശേഷവും എന്നാണ്. വളരെ കുറച്ച് അവർ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ. നൃത്തത്തിൻ്റെ വഴിയും നൃത്തത്തിൻ്റെ പോക്കും അവനവൻ്റെ സഹനങ്ങളും നൃത്തരംഗത്ത് ചില പ്രത്യേക വിശേഷങ്ങളും അവിടുത്തെ ഓരോരോ കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ അറിയുന്നത്. ലോകപരിചയമുള്ള ഒരു സ്ത്രീ എങ്ങനെ ജീവിതത്തെ തിരിച്ചു പിടിച്ചു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ ആത്മകഥ. പിന്നെ 1993 ജൂലൈ 1 അവരുടെ അമ്മ മരണപ്പെട്ടു പോവുകയാണ്. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അമ്മ കുറേ കാലം ഉണ്ടായിരുന്നു. മകളെയൊക്കെ നോക്കിയിട്ടാണ് മരിച്ചു പോയത്. അപ്പോൾ അമ്മ പിന്നെ അച്ഛനാണെങ്കിൽ മകളുടെ വളർച്ചകൾ കാണാൻ കഴിയാതെയും പോയല്ലോ. അതൊക്കെ അവരെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വഴികളും പറഞ്ഞു കൊടുത്ത അച്ഛൻ അതൊന്നും കാണാൻ നിൽക്കാതെ പോയി. അങ്ങനെ ഈ ന്യൂറോട്ടിക്കായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അവർക്ക് ഈ തരം വിഭ്രാന്തി വരുന്നത് എന്നും അതിന് മുൻപും അതിൻ്റെ ഒരു സൂചന ഉണ്ടായിട്ടുണ്ടെന്നും ഉടുപ്പിയിലെ നൃത്തവേദിയിൽ വെച്ചാണ് അത് രൂക്ഷമായത് എന്നും അവർ തിരിച്ചറിയാണ്. പിന്നീട് കുറേ കാലം അവർ നൃത്തമൊന്നും ചെയ്യാതെ വീട്ടിലിങ്ങനെ അടങ്ങിയിരിക്കുകയാണ്. ഒരിക്കലും അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. എൻ്റെ കാലുകൾക്ക് നൃത്തം ചവിട്ടാതെ പറ്റില്ല എന്നവർക്ക് മനസ്സിലാകുകയാണ്. പിന്നീട് നൃത്താലയത്തിലേക്ക് അവർ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകും. പിന്നീട് മകൾ മദ്രാസിൽ ജീവിതം കുറേ കാലം മദ്രാസിൽ പോയി. അവിടെ അവൻ്റെ നാട് മരുമകൻ്റെ നാട് അവിടെയാണ്. എന്നിട്ട് അവസാനം അവൾ തിരിച്ച് കോഴിക്കോട്ടേക്ക് തന്നെ വരികയാണ്. എന്നിട്ട് അമ്മയുടെ നൃത്താലയയുടെ താക്കോല് അവളെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അമ്മയും മകളും കൂടി പലപ്പോഴും ആ രംഗത്ത് നൃത്തമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അവസാനമായിട്ട് വല്ല ഒരാഗ്രഹം മാത്രമേ ബാക്കി കിടക്കുന്നുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് അവർ പറയുന്നിടത്ത് എത്തുമ്പോൾ പിന്നെ ആത്മകഥയുടെ അവസാനത്തിലാണ് അത് പറയുന്നത്. എനിക്കും എൻ്റെ മകൾക്കും എൻ്റെ മരുമകനും കൂടി ഒരിക്കൽ അരങ്ങ് നിറഞ്ഞ് നൃത്തം ചെയ്യണം എന്നാണ് അവരുടെ ബാക്കി എടുക്കുന്ന ആഗ്രഹം. മഹത്തായ ഈ ആഗ്രഹം അവർക്ക് സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നടക്കണം. അവർക്ക് എങ്ങനെയെങ്കിലും അമ്മ ആ നൃത്തം മകളോടും മകളുടെ ഭർത്താവായ ശ്രീകാന്തിനോടും അശ്വതിയോടും കൂടെ അരങ്ങ് നിറഞ്ഞ് ഒന്ന് നൃത്തം ചെയ്യണം എന്ന ആ ആഗ്രഹം അത് ബാക്കിയാകാൻ പാടില്ല. അത് തിരിച്ചറിഞ്ഞ് അശ്വതിയും ശ്രീകാന്തും അത് നടത്തി കൊടുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.
എം ടി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഇടപഴകാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയുമായിട്ടാണ് എന്ന് പറയുന്നുണ്ട്. പേരക്കുട്ടിക്ക് എന്നും എം ടി കഥ പറഞ്ഞു കൊടുക്കും. ഇക്കണ്ട കഥകളും നോവലുകളും ഒക്കെ എഴുതിയിട്ടുള്ള എം ടി എന്നും പേരക്കുട്ടിക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്ന കഥ ഒരു കുതിരയുടെ കഥയാണ്. അങ്ങനെ എല്ലാ ദിവസവും ഈ കുതിരയുടെ കഥ കേട്ടാലും കുട്ടിക്ക് മടുക്കില്ല. അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി ഉറങ്ങും. മുത്തശ്ശനും ഉറങ്ങും, മകനും ഉറങ്ങും. കുതിരയുടെ കഥയാണ് പറയുക എല്ലാ ദിവസവും. ഒന്നും പറയും, നാളെയും പറയും, മറ്റന്നാളും അത് തന്നെ പറയും. അങ്ങനെ കുറേ ദിവസം കഥ പറഞ്ഞു കഴിയുമ്പോൾ കുട്ടി കഥ മുഴുവൻ കാണാതെ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ പിന്നെ അവൻ എം ടിക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും കൂടി കുതിരയുടെ കഥ പറഞ്ഞ് കിടന്നുറങ്ങുന്ന രംഗങ്ങളൊക്കെ അവർ പറയുമ്പോൾ നമുക്കത് ഭയങ്കര രസകരമായിട്ട് തോന്നും. എം ടി എന്ന മനുഷ്യനെ കൂടുതൽ സംസാരിപ്പിച്ചതും കൂടുതൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ ആക്കിയതും ആ പേരക്കുട്ടിയാണ്. ബാക്കിയുള്ളവരോടൊക്കെ അദ്ദേഹം അത്ര മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ കുടുംബാംഗങ്ങളിൽ ഏടത്തിയമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർ നല്ലൊരു വായനക്കാരിയായിരുന്നു. എം ടി എന്ന എഴുത്തുകാരനെ സൃഷ്ടിക്കുന്നതിൽ അവർക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ കുടുംബാംഗങ്ങളെക്കുറിച്ച് വളരെ സ്നേഹമായിരുന്നു. പിന്നെ കുറച്ച് സുഹൃത്തുക്കളെ ഓടും ഭയങ്കര അടുപ്പമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം പോലും ഇവരങ്ങോട്ട് ചോദിക്കാറില്ലായിരുന്നു. പറയാനുള്ളതാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കും എന്ന ഒരു വിശ്വാസമായിരുന്നു. ഇത്തരം വിശ്വാസങ്ങളാണ് ഒരു ദാമ്പത്യത്തെ അരക്കെട്ടുറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ വാശികളോ ഒന്നും ഇല്ല. നമ്മൾ മറ്റൊരാളെ മനസ്സിലാക്കി കഴിയുമ്പോൾ ജീവിതം എത്ര തെളിമയുള്ളതാകുന്നു എന്ന് മനസ്സിലാക്കി തരാൻ ഈ ഒരു ആത്മകഥയ്ക്ക് കഴിയുന്നുണ്ട്. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പ്രസിദ്ധനായ ഒരു ആളുടെ ഭാര്യ ആത്മകഥ എഴുതുമ്പോൾ മുഴുവനും അവരെ പൊലിപ്പിച്ച് കാണിച്ചുകൊണ്ടായിരിക്കും ഉണ്ടാവുക. അവരുടെ നിഴലായി ഒതുങ്ങിപ്പോകുന്ന സ്ത്രീകളെയാണ് നമ്മൾ കാണുക. കലാമണ്ഡലം സരസ്വതിയുടെ സാരസ്വതം എന്ന ആത്മകഥയിൽ നമ്മൾ നിഴലായി പോകുന്ന ഒരു ഭാര്യയെ ഒരിക്കലും കാണുന്നില്ല. അവർ അവരുടെ മേഖലയിൽ വളർന്ന് പന്തലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എം ടിക്ക് മുമ്പും എം ടിക്ക് ശേഷവും എന്ന് രണ്ടായി തിരിക്കാം എന്ന് പറയുന്നത്. അവസാനത്തെ അധ്യായം, അതായത് 22ാമത്തെ അധ്യായത്തിലെത്തുമ്പോഴാണ് എം ടിയൊത്തുള്ള ജീവിതത്തെ അവർ വിലയിരുത്തലിന് വിട്ടുകൊടുക്കുന്നത്. അതൊരു നല്ല ജീവിതമായിരുന്നു എന്നും അത് സമൂഹത്തിന് ഗുണമുള്ളതാക്കി രണ്ടുപേരും മാറ്റി തീർത്തു എന്നും നമുക്ക് മനസ്സിലാക്കുമ്പോൾ ആ വലിയ ജീവിതത്തിന് നവതിയിലെത്തി നിൽക്കുന്ന എം ടിക്കും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്കും എപ്പോഴും നന്മ മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട, ഞാൻ ഈ കുറേ ദിവസങ്ങളിൽ ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണിത്. ഇതിൽ ഈ ആത്മകഥ സാരസ്വതം എന്ന ഈ ആത്മകഥ, കലാമണ്ഡലം സരസ്വതി എന്ന ഒരു നർത്തകി നമ്മുടെ ഉള്ളിൽ കുടിയിരിക്കുകയാണ്. എനിക്ക് നൃത്തത്തിൽ താല്പര്യമൊന്നുമുള്ള ആളല്ല, എങ്കിലും അവരിലെ ആ സ്ത്രീത്വം എന്നത് ഓരോ സന്ദർഭത്തിനനുസരിച്ച് എങ്ങനെ ഉയരുന്നു എന്നതാണ് എന്നെ ആകർഷിച്ചിട്ടുള്ളത്. അവർ കുട്ടികളോട് കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. കാരണം അവരെ വഴക്കിയെടുക്കണം, ഈ കലയ്ക്ക് പ്രാപ്തരാകണം, ഇതിനെ കൊണ്ട് നടക്കാൻ പ്രാപ്തരാകണം എന്നതുകൊണ്ട് കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. വളരെ രസകരമായ ഒരു പുസ്തകമാണ്, നല്ലൊരു പുസ്തകമാണ്. 22 അധ്യായങ്ങളിലായിട്ട് ഇതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ ജീവിതത്തിലെ കുറേ എന്തൊക്കെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ നർത്തകിയും വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ജ്ഞാനപീഠം വരെ നേടിയിട്ടുള്ള എം ടി വാസുദേവൻ നായരുമൊത്തുള്ള കുറേ നിമിഷങ്ങളും പിന്നെ ചിത്രങ്ങളും ഒക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ വളരെ രസകരമായ കുറേ ചിത്രങ്ങളുണ്ട്. എം ടിയുടെയും അവരുടെയും കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. അപ്പോൾ നർത്തകിയായ കലാമണ്ഡലം സരസ്വതിയുടെ മുഖമാണ് നമ്മളിവിടെ
കാണുന്നത്. നൃത്തവേദിയിൽ നിറഞ്ഞാടിയ ഒരു ഗുരു, എത്രയോ ശിഷ്യ പരമ്പരകൾ എന്ന് അവരിലൂടെ ഈ നൃത്തം ജീവിക്കട്ടെ. എഴുത്തിലൂടെ നമുക്ക് വായിച്ച് പോകാൻ എം.ടിയും നമുക്ക് നൃത്തത്തിൻ്റെ കഥകൾ കൊണ്ട് മുന്നോട്ട് പോകാൻ എം.ടിയുടെ പരമ്പരകൾ എഴുത്തിൻ്റെ പരമ്പരയായും നൃത്തത്തിൻ്റെ പരമ്പരയായും അങ്ങനെ കലയുടെ പാരമ്പര്യം ഇങ്ങനെ ഇവരുടെ കുടുംബത്തിലൂടെ പിന്തുടർന്ന് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിത് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.